അന്ന് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 2, 2025 രാവിലെ ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. രാമനാഥപുരം ഡിസ്ട്രിക്റ്റിലെ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് രണ്ട് സ്ത്രീകൾ അവരുടെ ഫാമിലിയുമായിട്ട് വന്നിരിക്കുകയായിരുന്നു. അതിൽ റാണി എന്ന് പറയുന്ന സ്ത്രീ പോലീസുകാരോട് തൻ്റെ ചേട്ടനായിട്ടുള്ള 47 വയസ്സുള്ള രാജനെ കാണാനില്ല എന്നുള്ളൊരു വിവരം ധരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ പോലീസുകാരെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ റാണി കാര്യങ്ങൾ പറയുകയാണ്. അവിടെ അടുത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ഒരു 10 മണി ടൈമിൽ രാജൻ തൻ്റെ വൈഫിൻ്റെ അടുത്ത് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിനുശേഷം ആൾ വീട്ടിലോട്ട് വന്നിട്ടില്ല. അങ്ങനെ അവർ 2 ദിവസം വെയിറ്റ് ചെയ്തു. അതിനുശേഷം രാജന്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ അന്വേഷിച്ചു. ആർക്കും രാജനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയതെന്ന് അവർ പറയുകയുണ്ടായി. പോലീസുകാർ നോക്കുമ്പോൾ 47 വയസ്സുള്ള ഒരു പുരുഷനെയാണ് കാണാതായിരിക്കുന്നത്. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കടം വാങ്ങിയിട്ടുള്ള എന്തെങ്കിലും സീൻ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും സീനോ ഉള്ളത് കൊണ്ട് ആൾ ഒളിച്ചോടി പോയതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലോട്ടായിരുന്നു പോലീസുകാർ ആദ്യം എത്തിയത്. അപ്പോൾ ഫാമിലി ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, വൈഫായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാർ ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ പറഞ്ഞു, ഇല്ല, രാജൻ ആരുമായിട്ടൊരു ഇഷ്യൂ എന്നുള്ള ഒരാളൊന്നുമല്ല, ഇവർ കൂട്ടുകുടുംബമായിട്ട് ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളുകളാണ്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളൊരു കാര്യം ഇവർ പോലീസിനെ ധരിപ്പിക്കുകയുണ്ടായി. അടുത്തതായിട്ട് പോലീസിനുണ്ടായ വേറൊരു സംശയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം മുൻപാണല്ലോ ആളെ കാണാതായത്, എന്തിന് ഇവർ 2 ദിവസം വരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു. ഇതിന് രാജന്റെ വൈഫ് പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരുപാടധികം മീൻപിടുത്തക്കാർ ഫ്രണ്ട്സ് ഉണ്ട്. സോ ഈ ഫ്രണ്ട്സിന്റെ കൂടെ ഇടയ്ക്കിടെ ആൾ കടലിൽ പോകാറുണ്ട്. ഫോൺ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നുമില്ല, ആളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമായിട്ട് കാണുന്നുമില്ല. സോ ആൾ കടലിൽ പോയതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു ആദ്യത്തെ ഒരു ദിവസം അവർ നിന്നത്. സാധാരണ ഇങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആൾ തിരിച്ചെത്തുക. അതുകൊണ്ടാണ് ഇവർ 2 ദിവസം വെയിറ്റ് ചെയ്തത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ടും രാജൻ തിരിച്ചെത്തിയില്ല. അതേപോലെ തന്നെ രാജന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള മുക്കന്മാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഈ ഫാമിലി പോയിട്ട് അന്വേഷിക്കുകയാണ് രാജനെ കണ്ടു എന്നുള്ളൊരു കാര്യം. എന്നാൽ ആർക്കും തന്നെ രാജൻ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവർ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്നത്. അപ്പോൾ രാജൻ അന്ന് വീട്ടിൽ നിന്നിറങ്ങി എങ്ങോട്ടാണ് പോയത്, എന്താണ് രാജന് സംഭവിച്ചത്, അതുപോലെ തന്നെ പോലീസുകാർ രാജനെ കണ്ടുപിടിച്ചോ ഇല്ലയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാരെ നോക്കുമ്പോൾ അടുത്തതായിട്ട് പോലീസിന് സംശയം ഉണ്ടായത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രാജന്റെ വൈഫിനെ തന്നെയായിരുന്നു. കാരണം ഒരുപാടധികം ഇങ്ങനെയുള്ള കേസുകളിൽ കറങ്ങിത്തിരിഞ്ഞ് വൈഫിൻ്റെ അടുത്തോട്ട് തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോട്ട് തന്നെ എത്തുന്നത് ഒരു എന്താ പറയുക സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ ഒരു സ്ത്രീക്കും ഈ ഒരു തിരോധാനത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഫോൺ ഡീറ്റെയിൽസ്, കോൾ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. അതേപോലെ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. ഇതിൽ നിന്നെല്ലാം തന്നെ ആ ഒരു സ്ത്രീക്കും ഇതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ FIR രജിസ്റ്റർ ചെയ്തു, കേസ് അന്വേഷണം ആരംഭിച്ചു. ഇതേപോലെ തന്നെ ആൾക്ക് എന്തെങ്കിലും ശത്രുക്കളുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ല കടം വാങ്ങിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ അന്വേഷിക്കുകയാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ തിരിച്ചെത്തിയിട്ടുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോലീസുകാർ കംപ്ലൈന്റ് കൊടുത്ത റാണിയെ വിളിക്കുകയാണ്. എന്നിട്ട് രാജൻ തിരിച്ചെത്തിയോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു. അപ്പോൾ റാണി പറഞ്ഞ മറുപടി ഇല്ല, ചേട്ടൻ എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇതുകൂടെ കേട്ടപ്പോൾ പോലീസിന് രാജൻ ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പോലീസിൻ്റെ സൈബർ ടീം ആളുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വേറൊരു ടീം പോലീസുകാർ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ കുറേ CCTV വിഷ്വൽസിലൊക്കെ ആളിങ്ങനെ പോകുന്ന വിഷ്വലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആൾ ലോസ്റ്റ് ആവുകയാണ്. അതിനുശേഷം ആളെങ്ങോട്ടാണ് പോയത് എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങോട്ട് കണ്ടെത്താനായിട്ട് ഈ പോലീസുകാരെ കൊണ്ട് സാധിച്ചില്ല. അതേപോലെ തന്നെ സൈബർ ടീം നോക്കുമ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയിൽ കുറച്ചങ്ങോട്ട് മാറിയിട്ടൊക്കെ ആൾ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. സോ ആൾ ആരെ കാണാൻ പോയി, എവിടെ പോയി തപ്പണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലീസിന് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആൾ ആരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു. ആളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും പോയി കഴിഞ്ഞിട്ട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എന്നിട്ടും പോലീസിന് യാതൊരു ക്ലൂവും ഇതിൽ നിന്ന് ലഭിക്കുകയുണ്ടായില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസ് പോലീസിന് ആകെപ്പാടൊരു തലവേദനയായി. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് രാജൻ്റെ വൈഫ് പറഞ്ഞ ഒരു കാര്യം പോലീസിന് ക്ലിക്കാവുന്നത്. രാജന് ഒരുപാടധികം മീൻപിടുത്തക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അവരുടെ കൂടെ ആൾ ഇടയ്ക്കിടയ്ക്ക് കടലിൽ പോകാറുണ്ട്.
സോ മീൻപിടുത്തക്കാരായിട്ടുള്ള സുഹൃത്തുക്കളെ തെരഞ്ഞു പിടിച്ച് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോലീസിന് മറ്റൊരു കാര്യം കൂടെയും മനസ്സിലാവുകയാണ്. രാജൻ നല്ലൊരു മദ്യപാനിയാണ്, സ്ഥിരം കുടിക്കും, നല്ല രീതിയിൽ കുടിക്കും. എങ്ങനത്തെ കുടിയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുടിച്ച് ഇടക്കാൾ റോട്ടിൽ വീണ് കിടക്കാറ് വരെയുണ്ട്. ഈ വൈഫ് എത്ര പറഞ്ഞിട്ടും ആൾ കുടി നിർത്തുന്നുമില്ല. അതേപോലെ തന്നെ എന്താ പറയുക, കിട്ടുന്ന പൈസ കുടിച്ച് തീർക്കുന്നൊരു അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു രാജൻ. അപ്പോൾ രാജൻ്റെ കുടിക്കമ്പനി ആരൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് പോലീസുകാർ അന്വേഷിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ മദ്യപിക്കുന്ന ഒരാൾ രാത്രി 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് മദ്യപിക്കാൻ തന്നെ ആയിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലോട്ടാണ് പോലീസുകാർ എത്തിയത്. അങ്ങനെ പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷനിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാജനൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, വെങ്കിടേശ്വരൻ എന്നാണ് ആളുടെ പേര്. ഇവർ രണ്ടുപേരും സ്ഥിരമായിട്ട് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന ആളുകളാണ്. ഇടയ്ക്കിടെ വെങ്കിടേശ്വരൻ്റെ വീട്ടിലോട്ടും ഈ ഒരു രാജൻ പോകാറുണ്ട് മദ്യപിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പോലീസിന് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായി, അന്നത്തെ ദിവസം വെങ്കിടേശ്വരനെ കാണാനായിട്ടാണെങ്കിലോ ഈ ഒരു രാജൻ പോയിട്ടുണ്ടായത്. അപ്പോൾ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വെങ്കിടേശ്വരൻ്റെയും അതുപോലെ തന്നെ രാജൻ്റെയും ഫോൺ സിഗ്നൽസ് അന്നത്തെ ദിവസം എവിടെയായിരുന്നു എന്ന് നോക്കിയപ്പോൾ രണ്ടുപേരുടെയും ഫോൺ സിഗ്നൽ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ആ 30-ാം തീയതി ആ ഏരിയയിലുള്ള CCTV വിഷ്വൽസ്, അതായത് ഈ ഒരു വെങ്കിടേശ്വരൻ്റെ വീടിൻ്റെ ഏരിയയിലുള്ള CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെയുള്ള ഒരു CCTVയിൽ ഈ ഒരു രാജൻ്റെ മുഖം പതിഞ്ഞിരിക്കുന്നത് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഒരു വെങ്കിടേശ്വരനെ കസ്റ്റഡിയിലെടുത്ത് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യലിലൊന്നും ഇയാൾ അന്നത്തെ ദിവസം രാജനെ കണ്ടതായിട്ട് സമ്മതിച്ചില്ല. എൻ്റെ വീട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയും വീടുകളുണ്ട്, ഒരുപാടധികം വീടുകളുള്ള സ്ഥലമാണ്. ഞാൻ മാത്രമല്ല രാജൻ്റെ സുഹൃത്ത്, വേറെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, വേറെ ആരെങ്കിലെയൊക്കെ കാണാൻ പോയതായിരിക്കും എന്നുള്ളൊരു രീതിയിലായിരുന്നു ആൾ പോലീസിൻ്റെ അടുത്ത് ആദ്യമൊക്കെ മറുപടി പറഞ്ഞത്. എന്നാൽ ഇയാൾ പോലീസിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവസാനം ഇയാൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ആദ്യം തന്നെ ഇയാൾ പറഞ്ഞൊരു കാര്യം, ഞാൻ തന്നെയാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള രാജനെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു. അതേപോലെ തന്നെ അടിച്ച് വളരെ ക്രൂരമായിട്ടാണ് താൻ കൊലപ്പെടുത്തിയതെന്നും ആൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്പോൾ അടുത്തതായിട്ട് പോലീസുകാരുടെ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് നീ നിൻ്റെ സുഹൃത്തിനെ കൊന്നതെന്നായിരുന്നു. അതിൻ്റെ മറുപടി കേട്ട് പോലീസുകാരും ആ നാട്ടുകാരും രാജൻ്റെ ഫാമിലിയും അക്ഷരാർത്ഥത്തിൽ ഷോക്കായി പോവുകയായിരുന്നു. ഈ ഒരു വെങ്കിടേശ്വരൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആളുടെ വീട്ടിൽ ആളും ആളുടെ ഒരു സഹോദരിയും മാത്രമേ ഉള്ളൂ. ഈ സഹോദരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനോനില ശരിയല്ലാത്തൊരു സ്ത്രീയായിരുന്നു, അവർ മെൻ്റലി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹവും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വെങ്കിടേശ്വരനാണെന്നുണ്ടെങ്കിലും കല്യാണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വെങ്കിടേശ്വരൻ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളാണല്ലോ. അപ്പോൾ ആളങ്ങനെ 1-2 ദിവസത്തിനൊക്കെ കടലിൽ പോകുമ്പോൾ അയൽവാസികളായിട്ടുള്ള ആളുകളായിരുന്നു ഈ വെങ്കിടേശ്വരൻ്റെ സിസ്റ്ററിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ വെങ്കിടേശ്വരനും രാജനും സ്ഥിരമായിട്ട് കുടിക്കാറുണ്ടായിരുന്നത് വെങ്കിടേശ്വരൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ഈ 30-ാം തീയതിയും വെങ്കിടേശ്വരൻ്റെ വീട്ടിലോട്ടാണ് ഇയാൾ പോയത്. എന്നാൽ അന്നത്തെ ദിവസം ഈ വെങ്കിടേശ്വരൻ അവിടെ ഇല്ല എന്നുള്ളത് രാജന് അറിയുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ആൾ എന്തിനാണ് ആ ഒരു വീട്ടിലോട്ട് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെങ്കിടേശ്വരനും രാജനും സ്ഥിരമായിട്ട് അവിടെ നിന്ന് കുടിക്കുന്ന സമയത്താണ് ഈ രാജൻ്റെ കണ്ണ് വെങ്കിടേശ്വരൻ്റെ സിസ്റ്ററിൻ്റെ മേൽ പതിയുന്നത്. ആ സ്ത്രീ മെൻ്റലി ഇല്ലായതുകൊണ്ട് തന്നെ അവരുടെ മേത്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തൊന്നും അറിയില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു ഈ ഒരു രാജനുണ്ടായത്. സോ ആളില്ലാത്ത സമയം പോയി ആ ഒരു സ്ത്രീയെ കടന്നു പിടിക്കാം, ആ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു ആൾ അന്നത്തെ ദിവസം വെങ്കിടേശ്വരൻ്റെ വീട്ടിലോട്ട് പോയത്. ഇവർ രണ്ടുപേരും നല്ല അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ വെങ്കിടേശ്വരൻ്റെ റൊട്ടീനും കാര്യങ്ങളും ഈ രാജന് നന്നായിട്ട് അറിയാം. അതുപോലെ ഈ അയൽവാസിയായിട്ടുള്ള സ്ത്രീ ഏതൊക്കെ സമയത്ത് വന്നിട്ടാണ് ഇവരെ സഹായിക്കുന്നത്, ഏത് സമയത്താണ് പോകുന്നത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയാം. അപ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ സ്വന്തം വീട്ടിലോട്ട് പോകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് 10 മണി കഴിഞ്ഞ ടൈമിൽ ആൾ തൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വെങ്കിടേശ്വരൻ്റെ വീട്ടിലോട്ട് പോയത്. അവിടെ ചെന്നിങ്ങായിട്ട് ഡോർ നോക്ക് ചെയ്തു. ആൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ സഹോദരി ഡോറ് തുറക്കുകയും ചെയ്തു. ഡോറ് തുറന്ന വഴിക്ക് ആ ഒരു സ്ത്രീയെ തള്ളിയിട്ടിട്ട് ആ സ്ത്രീയെ ആള് എന്താ പറയുക ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. എന്തൊക്കെ മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ സ്ത്രീക്ക് തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുകയാണ്. ആ സ്ത്രീ അതിനെ ചെറുത്ത് നിൽക്കുകയാണ്. അവരെ കൊണ്ട് പറ്റുന്നത് പോലെ അയാളെ എതിർത്തു. അവസാനം ഇയാൾ ഫോഴ്സ്ഫുള്ളി ആ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴായിരുന്നു വെങ്കിടേശ്വരൻ ആ ഒരു വീട്ടിലോട്ട് കയറി വരുന്നത്.
അപ്പോൾ അന്നത്തെ ദിവസം പുറംകടലിൽ മീൻ പിടിക്കാൻ പോകേണ്ട ഒരാളായിരുന്നു ആള്. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അന്നത്തെ ആ ഒരു ട്രിപ്പ് ക്യാൻസലായി. അപ്പോൾ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആൾ നേരെ വീട്ടിലോട്ട് എത്തിയപ്പോൾ ആൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് തൻ്റെ സിസ്റ്ററിനെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇത് കണ്ട് ആകപ്പാടെ ദേഷ്യം വന്ന ആള് അവിടെ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് ഇയാളെ അടിക്കുകയായിരുന്നു. അങ്ങനെ അടിച്ച് അയാളെ കൊലപ്പെടുത്തി. ഇതിന് ശേഷം എന്ത് ചെയ്യും എന്നുള്ളത് ആൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പറ്റിയത് പറ്റിപ്പോയി, ഇനി എങ്ങനെ ഈ ഒരു മൃതദേഹം ഒളിപ്പിക്കാന്നുള്ളതായി ആളുടെ അടുത്ത ചിന്ത. താൻ ജയിലിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്റർ ഒറ്റക്കാവുമല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. സോ ആള് ഈ ഒരു ബോഡി കടലിൽ കൊണ്ടുകഴിഞ്ഞിട്ട് കളയാമെന്നായിരുന്നു ആദ്യം ചിന്തിച്ചത്. എന്നാൽ ആ ഒരു ബോഡി എന്തായാലും കരക്കടിയുമെന്നും ഈ ഒരു കേസ് പിന്നെ കറങ്ങിത്തിരിഞ്ഞ് തൻ്റെ തലയ്ക്ക് തന്നെ വരുമെന്നുള്ളൊരു കാര്യം ആള് ചിന്തിക്കുകയാണ്. സോ കടലിൽ കൊണ്ടുപോയി കളയണ്ട എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ആളെത്തി. അടുത്തതായിട്ട് എന്ത് ചെയ്യുന്ന ആളിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ആളുടെ വീടിൻ്റെ ബാക്കിൽ ഒരു കാലിപ്പറമ്പുണ്ടായിരുന്നു. അവിടേക്ക് ആരും നോട്ടെത്താത്തൊരു പറമ്പാണ്. സോ അവിടെ ആ ഒരു ബോഡി കൊണ്ടുപോയി കുഴിച്ചിടാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ആളെത്തുകയായിരുന്നു. അവിടെ ആ രാത്രി തന്നെ ആ ഒരു ബോഡി കൊണ്ടുപോയി ആൾ കുഴിച്ചിടുകയും ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ആളുടെ സഹോദരിയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു ദിവസം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. എന്തിനേറെ പറയുന്നു, രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ ഈ ഒരു ഭൂലോകത്തെ ഉണ്ടായിരുന്നിട്ടില്ല എന്നുള്ള കാര്യം നീ വിചാരിച്ചാൽ മതി. ഇവിടെ നടന്ന യാതൊരു കാര്യവും പുറത്ത് നീ ഒരു കാരണവശാലും ആരുടെ അടുത്തും പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആ ഒരു എന്താ പറയുക സ്ത്രീയെ ആള് പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. അതിനുശേഷം അവരുടെ ലൈഫ് വളരെ നോർമലായിട്ട് മുന്നോട്ട് പോവാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു രാജൻ്റെ ഫാമിലി ആളെ അന്വേഷിക്കുന്നത് തന്നെ. അതിനുശേഷം പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വെങ്കിടേശ്വരൻ കുറ്റവാളിയാണെന്നുള്ളത് പോലീസുകാർ കണ്ടെത്തുന്നത്. അതായത് ഏപ്രിൽ 22-ാം തീയതി. അങ്ങനെ പോലീസുകാർ നേരെ ആ ഒരു ബോഡി കുഴിച്ചിട്ട സ്ഥലത്തോട്ട് എത്തുകയായിരുന്നു. അതിനുശേഷം ബോഡി കുഴിച്ചെടുത്തു. പിന്നീട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ നാട്ടുകാർ തന്നെ 2 തരത്തിലായിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഈ വെങ്കടേശ്വരൻ്റെ സിസ്റ്ററിനെ കയറി പിടിച്ചത് കൊണ്ട് ഇയാൾ ഇങ്ങനെയുള്ളൊരു കൊലപാതകം ചെയ്തത് അത്ര വലിയ തെറ്റല്ല എന്ന് പറയുന്ന ഒരുപാടധികം ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതായത് ഇത്രയും പ്രായമായി ആ നാട്ടിൽ തന്നെ താമസിക്കുന്ന ഒരാളാണ്. ഇതൊരാളുടെ ഭാഗത്തു നിന്ന് കുടിക്കുന്നുള്ളതല്ലാതെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വെങ്കടേശ്വരൻ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇയാളെ കൊലപ്പെടുത്തിയതായിരിക്കാം. പിന്നെ ഈ സിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷയിലൊക്കെ ഇളവ് ലഭിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും ആൾ ആ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ള രീതിയിൽ വാദിക്കുന്നവരും ഉണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെങ്കടേശ്വരനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിലുമാണ്. ഈ ഒരു കേസിൽ എന്ത് വിധി വരും എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.